സെങ്കോകു യുഗത്തിൽ മുസാനെ ഏതാണ്ട് പരാജയപ്പെടുത്തിയ ഫസ്റ്റ് ബ്രീതിംഗ് ഉപയോഗിച്ചിരുന്ന എല്ലാ യോദ്ധാക്കൾക്കും അവരുടെ ശരീരത്തിൽ രാക്ഷസന്മാരുടേതിന് സമാനമായ ഒരു അടയാളമുണ്ടായിരുന്നു. അസുരമുദ്രയെന്ന് ചിലർ, ദൈവികമെന്ന് മറ്റു ചിലർ. ആ അടയാളത്തെക്കുറിച്ച് കേട്ടറിവുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കറിയൂ. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ആ അടയാളമുള്ള ഒരാൾ മറ്റുള്ളവർക്കിടയിലേക്ക് വരുമ്പോൾ അവർക്കും സമാനമായ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ഇന്നത്തെ ഈ കാലത്തും അത്തരമൊരു വിധി കുറിക്കപ്പെട്ടവൻ വന്നെത്തിയിരിക്കുന്നു. പക്ഷേ അവൻ ഹാഷിറമാരിൽ ഒരാളല്ല. അവനൊരു സാധാരണ ഡീമൺ സ്ലേയർ ആണ്. താഞ്ചിറോ കമദോ ഈ തലമുറയിൽ അടയാളം തെളിഞ്ഞ ആദ്യത്തെ വ്യക്തി അവനാണ്. എനിക്കിപ്പോ പിടികിട്ടി. അതിനർത്ഥം നീ സൺ ബ്രീത്തിങ് ഉപയോഗിക്കുന്നവൻ. ശ്വാസമായി നെഞ്ചിലോ മുറിവുമായി വരണ്ടുപോയ മിഴികൾ കാക്കവേ കാഴ്ചയൊന്നിനെ കാട്ടിടുവാൻ സാക്ഷി ചൊല്ലുമീ വിലങ്ങുകൾ. ആദിമമായ ആ സൂര്യശ്വസന വിദ്യ ലോകത്ത് ആദ്യമായി രൂപം കൊണ്ട ആയോധനമുറ മാത്രമല്ലാതെ സർവ്വവിദ്യകളിലും വെച്ച് ഏറ്റവും കരുത്തുറ്റതും അതുതന്നെയാണ്. ഇന്ന് കാണുന്ന ഓരോ ശ്വസന രീതികളും അവ എത്ര വൈവിധ്യമാർന്നതായാലും ശരി, അവയെല്ലാം പിറവിയെടുത്തത് ആ സൂര്യവിദ്യയിൽ നിന്നാണ്. ബാക്കിയുള്ളവയെല്ലാം വെറും തരം താഴ്ന്ന അനുകരണങ്ങൾ മാത്രം. യഥാർത്ഥത്തിൽ വെല്ലാൻ മറ്റേതൊരു പകർപ്പിനും കഴിയില്ല. ആവാഹിക്കാൻ മറ്റൊന്നിനും സാധിക്കില്ല. അഗ്നിയായാലും ജലമായാലും കാറ്റായാലും എല്ലാം അതിനു മുന്നിൽ വെറുമൊരു ചാരം മാത്രം.